ബൈക്കിൽ ലോങ് റൈഡ്സ് പോകുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ റൈഡ്സ് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ 2 ആക്ഷൻ ക്യാമറകളാണ് ഉപയോഗിക്കുന്നത്. ഇത് DJയുടെ ആക്ഷൻ 2 എന്ന് പറഞ്ഞ ക്യാമറയാണ്. 4K 120 FPS വരെ നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാം. 155 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള ക്യാമറയാണ്, അതുകൊണ്ട് നല്ല വൈഡായിട്ട് ഷൂട്ട് ചെയ്യാം. നല്ല സ്റ്റെബിലൈസേഷൻ, ബിൽറ്റ് ഇൻ 128 GB സ്റ്റോറേജ് ആൻഡ് എക്സ്ട്രാ SD കാർഡ് ഇടാനും സാധിക്കും. അടുത്ത ആക്ഷൻ ക്യാമറ DJയുടെ ആക്ഷൻ 5 Pro ആണ്. ബിൽറ്റ് ഇൻ 47 GB സ്റ്റോറേജും എക്സ്ട്രാ SD കാർഡായിട്ട് 512 GB ഇട്ടിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ക്യാമറ ആയതുകൊണ്ട് തന്നെ മഴയത്തുള്ള റൈഡ്സിന് നമുക്ക് ഉപയോഗിക്കാം. ഫ്രണ്ടിലും ബാക്കിലും ടച്ച് സ്ക്രീൻസ് വരുന്നതുകൊണ്ട് തന്നെ ഈസിലി വ്ളോഗ് ചെയ്യാനും സാധിക്കും. എക്സ്ട്രാ 2 ബാറ്ററീസ് ആൻഡ് ചാർജർ ഇതിൻ്റെ കോംബോ പാക്കിൽ വരുന്നു. സിംഗിൾ ബാറ്ററിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് 1.5 മുതൽ 2 മണിക്കൂർ വരെയുള്ള റെക്കോർഡിംഗ് ടൈമാണ്. ഗ്രേഡിംഗ് ചെയ്യാനായി 10-bit ലോഗ് ഫോമാറ്റും ഇതിലുണ്ട്. നെക്സ്റ്റ്, എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് MacBook Air M2 ആണ്. ഫൈനൽ കട്ട് പ്രോ എന്ന സോഫ്റ്റ്വെയറിലാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ സ്റ്റോറേജിനായിട്ട് 3 SSDs ഉപയോഗിക്കുന്നുണ്ട്. ഇത് സാൻഡിസ്കിൻ്റെ 1 TB SSD ആണ്. കൂടാതെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഇൻറ്റേർണൽ SATA SSDയും USB ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. എഡാറ്റയുടെ ഇതുപോലത്തെ SATA to USB കൺവേർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ SSDs ഉപയോഗിക്കാം. ഇത് നല്ല റിലയബിൾ ആണ്. USB 3.0 ട്രാൻസ്ഫർ സ്പീഡും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, 2 പവർ ബാങ്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആമസോൺ ബേസിക്സിൻ്റെ മാക്സേഫ് വരുന്ന പവർ ബാങ്കാണ്. 10,000 mAhൻ്റെ ഈ പവർ ബാങ്കിൽ 15 വാട്ട് വയർലെസ് ചാർജിങ്ങും 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിംഗിൾ USB-C പോർട്ടാണ് ഇതിൽ വരുന്നത്. അടുത്തത് പോട്രോണിക്സിൻ്റെ 20,000 mAh വരുന്ന പവർ ബാങ്കാണ്. 22.5 വാട്ടാണ് ഇതിൻ്റെ മാക്സ് ഔട്ട്പുട്ട് വരുന്നത്. 2 USB പോർട്ട്സ് വരുന്നുണ്ട്. കൂടാതെ തന്നെ ബിൽറ്റിൻ ആയിട്ട് ആപ്പിളിൻ്റെ ചാർജിങ് കേബിളും അതുപോലെ തന്നെ USB-C കേബിളും വരുന്നുണ്ട്. മാക്ബുക്കിൽ 2 USB-C പോർട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ SSDs കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു USB-C ഹബ്ബ് ആവശ്യമാണ്. കാഡ്സി എന്ന് പറഞ്ഞ കമ്പനിയുടെ എക്സ്റ്റേണൽ USB-C ഹബ്ബാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് പോട്രോണിക്സിൻ്റെ ഒരു പോർട്ടബിൾ എയർ കംപ്രസറാണ്. ബൈക്ക് റൈഡ്സിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഗാഡ്ജറ്റാണിത്. ടയർ കടകളിൽ പലപ്പോഴും ഓവറായിട്ടാണ് എയർ ഫില്ല് ചെയ്യാറുള്ളത്. ഇതുപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന എയർ ഫില്ല് ചെയ്യാം. എമർജൻസി ലൈറ്റും 2 USB പോർട്ട്സും ഇതിൽ വരുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാം. ഒറ്റ ചാർജിൽ നമുക്ക് 2-3 തവണ ബൈക്കിൻ്റെ ടയർ ഫില്ല് ചെയ്യാൻ സാധിക്കും. കാറിനാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മോഡൽ നോക്കുന്നതായിരിക്കും നന്നായിരിക്കുക. നെക്സ്റ്റ്, ഒരു വാട്ടർ പ്രൂഫ് മൊബൈൽ ഹോൾഡറാണ്. യെല്ലോഫിൻ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ് ഉപയോഗിക്കുന്നത്. നല്ല സ്റ്റേഡി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ മിറർ മൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ചാർജർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മോഡലിൽ വൈബ്രേഷൻ ഡാമനിങ് ഇല്ല. നെക്സ്റ്റ്, DJയുടെ ഒരു സെൽഫി സ്റ്റിക്കാണ്. 3 മീറ്റേഴ്സ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഫേക്ക് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന iPhone 17 Proയും 2 ആൻഡ്രോയിഡ് മൊബൈൽസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഡെഡിക്കേറ്റഡായിട്ട് ഗൂഗിൾ മാപ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു മൊബൈൽ ഫോൺ സ്റ്റാൻഡാണ്. പോർട്ടബിളായിട്ട് ഇത് മടക്കിക്കൊണ്ട് നടക്കാൻ സാധിക്കും. സെൽഫി വീഡിയോസ് എടുക്കാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇതുകൂടാതെ എല്ലാ ഗാഡ്ജറ്റ്സിൻ്റെയും കൂടെ വരുന്ന പവർ അഡാപ്റ്റേഴ്സും USB കേബിൾസും എടുക്കാൻ മറക്കരുത്. കുറേ കേബിൾസ് ഉണ്ടെങ്കിലും വളരെ യൂസ്ഫുള്ളാണ്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഡിഫറൻറ്റ് കേബിൾസ് യൂസ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.